KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുന്നുണ്ട്. എങ്കിലും UDF ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും. എത്രയും വേഗത്തിലുണ്ടോ, എത്രയും വേഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആരാവുന്നുള്ള മുൻവിധിയോടെയല്ല, വളരെ തുറന്ന മനസ്സിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത്. അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും. നന്നായിട്ടുണ്ടോ? അൻവറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. യുവദാസാണ് നേരത്തെ തന്നെ LDF വഞ്ചിച്ച് UDF പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതെന്ന് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ UDF കൂടെ ചേർന്നിരിക്കുന്നു. യുവദാസാണ് അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും CPM ഗവൺമെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് വന്നത്.